വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് വെച്ചിട്ട് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഞാനിവിടെ 500 ഗ്രാം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം തേങ്ങയാണിത്. സെയിം സൈസിൽ തന്നെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക. ഒരു 2 കൂടി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് മൂക്കാത്ത തേങ്ങ എടുക്കരുത്. അത്യാവശ്യത്തിന് മൂത്തിട്ടുള്ള തേങ്ങ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി സെയിം എണ്ണയിൽ തന്നെ ബീറ്റ്റൂട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബീറ്റ്റൂട്ട് ഒരു 1/4 ഭാഗത്തോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് പല രീതിയിലും ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാം. നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സൈസ് വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കാം. പക്ഷേ നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ സൈസ് ചെറുതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ബീറ്റ്റൂട്ടൊക്കെ നമ്മൾ ആ ഒരു എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം ഓയിൽ തന്നെയാണ് പിക്കിൾ ഉണ്ടാക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തു. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മൂന്നും കൂടിയിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതിൻ്റെ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് കറിവേപ്പില ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പം ഏകദേശമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണം. ആ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലോട്ട് മാറ്റുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഫ്ലെയിം ലോയിലോട്ട് തന്നെ വെച്ചോളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടി തന്നെ ചേർത്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളൊരു പിക്കിളേ അല്ല, കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു പിക്കിളാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 കപ്പ് വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വിനാഗിരിക്ക് ചേർത്തതാണ്. അപ്പോൾ അത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഒരു 3-4 മാസമൊക്കെ നമുക്ക് കേടുകൂടാതെ തന്നെ ഇരുന്നോളും. നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആവും, എന്നാൽ ക്രഞ്ചി ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു പിക്കിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്